പാലാരൂപതയുടെ വാഗമണ്ണിലുള്ള ദേവാലയത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നതാണ്. വാഗമണ്ണ് കുരിശുമലയിലേക്കാണ് ഞങ്ങളുടെ യാത്ര. അതിന് തൊട്ടു മുൻഭാഗത്തായിട്ടാണ് ഈ ഒരു ദേവാലയം നിലകൊള്ളുന്നത്. നല്ല തണുപ്പുള്ള അന്തരീക്ഷത്തിൽ വാഗമണ്ണിന്റെ ഒത്ത നടുവില് ഈ ദേവാലയം സ്ഥിതി ചെയ്യുകയാണ്. ഈ ദേവാലയത്തിന്റെ ഒത്തു നടുവിലായിട്ട് മാതാവിന്റെ ഒരു ഗ്രോട്ടോ ഉണ്ട്. ആ ഗ്രോട്ടോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ചുറ്റുപാടും തേയില ചെടികൾ നിറഞ്ഞു നിൽക്കുന്ന ചുറ്റുപാടിൽ അതിന്റെ ഒത്തു നടുഭാഗത്തായിട്ട് മനോഹരമായ ഗ്രോട്ടോ. അതുതന്നെയാണ് മറ്റ് ഗ്രോട്ടോകളിൽ നിന്ന് ഈ ദേവാലയത്തിലെ ഈ ഒരു ഗ്രോട്ടോയെ മാത്രം വ്യത്യസ്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് പൂക്കൾ കൊണ്ട് ഈ ഗ്രോട്ടോ അലങ്കരിക്കേണ്ട കാര്യമില്ല. പച്ചപ്പുകളാകുന്ന നല്ല തേയില ചെടികൾ കൊണ്ട് അലങ്കൃതമായിട്ടുള്ള ഒരു ഗ്രോട്ടോയുടെ നടുഭാഗത്ത് ഞാൻ എത്തിച്ചേർന്നിരിക്കുകയാണ്. ചുറ്റുപാടുള്ള വീക്ഷണം കൂടി ഒന്ന് നടത്തുന്നത് ഏറെ നല്ലതാണ്. ഈ ഒരു തോട്ടത്തിന്റെ നടുഭാഗത്ത് കൂടി ഒരു നല്ല ഒരു വീതി വഴി നമുക്ക് വേണ്ടി തയ്യാറായിരിക്കുകയാണ്. ദേവാലയം എത്തുന്നതിനാണ് കാണപ്പെടുന്നത്. ചെറിയ രീതിയിലുള്ള ദേവാലയം എങ്കിലും അതിമനോഹരമായ രീതിയിൽ തേയില ചെടികൾക്ക് നടുവിലായിട്ട് ഈ ഒരു ഗ്രോട്ടോ നിലകൊള്ളുമ്പോൾ അതിന്റെ മനോഹാരിത പറഞ്ഞറിയിക്കുവാൻ പറ്റാത്തത് തന്നെയാണ്. മാതാവിന്റെ നാമധേയത്തിലുള്ള ഗ്രോട്ടോയാണ്. അതീവ ശോഭയോടുകൂടി മാതാവ് അവിടെ നിലകൊള്ളുകയാണ്. ഈ ഒരു ദേവാലയത്തിന്റെ സൈഡ് ഭാഗത്തായിട്ട് നിലകൊള്ളുന്ന മലൻ ചെരുവുകളിലെ കാഴ്ചകൾ കൂടി എന്റെ ക്യാമറയിൽ പകർത്തുവാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. താഴ്വാര കാഴ്ചകൾ മുഴുവനും ഇപ്രകാരമാണ് കാണപ്പെടുന്നത്. ഒരു കുന്നിൻ മുകളിലാണ് ഈ ദേവാലയം നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് മലകളിലേക്കുള്ള വലിയ ദൂരം ഹ്രസ്വമായ രീതിയിൽ നമുക്ക് നേർക്കാഴ്ച പോലെ കാണപ്പെടുകയാണ്. വലിയ മലകൾ പോലും അടുത്ത് കാണാൻ പറ്റുന്ന രീതിയിലാണ് കാണപ്പെടുന്നത്. ദൂരക്കാഴ്ചയാണ്. പക്ഷേ ഈ ഒരു നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുമ്പോൾ അതിന്റെ മനോഹാരിത മുഴുവനും ക്യാമറയിൽ കാണുന്നത് പോലെ തന്നെ മനോഹാരിതമായിട്ട് ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇമ വെട്ടാതെ ഈ ഒരു ഭാഗം മുഴുവനും എന്റെ ക്യാമറയിൽ പകർത്തുവാൻ ഞാൻ തന്ത്രപ്പെടുന്നത്. ദേവാലയത്തിന്റെ താഴ്വാരങ്ങളിലെ മനോഹരമായ കാഴ്ചകൾ അതീവ സുന്ദരമായിട്ട് നിലകൊള്ളുകയാണ്. നേരിട്ട് കാണുമ്പോൾ മാത്രമാണ് അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു മനോഹാരിത നമുക്ക് ആസ്വദിക്കുവാൻ സാധിക്കുന്നത്. ഇത് സെമിത്തേരിയുടെ ഭാഗമാണ്. സെമിത്തേരിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ചെറിയൊരു കാഴ്ചയാണ് ഞാൻ എന്റെ വീഡിയോയിൽ പകർത്തിയത്. എന്നും ഓർമ്മയിൽ സൂക്ഷിക്കുവാൻ.